തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അഴിമതി രാഷ്ട്രീയത്തിന്റെയും അവസരവാദ സഖ്യത്തിന്റെയും അന്ത്യം കുറിച്ച് ബി.ജെ.പി. വൻ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ്. കോൺഗ്രസിന്റെ കുത്തകയെന്ന് അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ ഉമാ തോമസിനെതിരെ ശക്തമായ ജനവികാരം ആഞ്ഞടിക്കുമ്പോൾ മറുവശത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച മൂലം CPM തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വൻ ജനപിന്തുണ ഇരു മുന്നണികളെയും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും അപരിചിതമായ സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയ പി രാജീവിന്റെ നടപടിക്കെതിരെ CPM അണികൾക്കിടയിൽ വലിയ രോഷമുണ്ടായിരുന്നു. അർഹതപ്പെട്ട പ്രാദേശിക നേതാക്കളെ വെട്ടിനിരത്തി നടത്തിയ ഈ സ്ഥാനാർത്ഥി നിർണയം ഇടത് വോട്ടുകൾ കുത്തനെ കുറയ്ക്കാനുള്ള ഫാക്ടറായാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 27,000 വോട്ടുകൾ മാത്രം ലഭിച്ച CPM-ന് ഇത്തവണ 30,000 തികയ്ക്കാൻ പോലും പെടാപ്പാട് പെടേണ്ടി വരും. ജനങ്ങളുമായി സമ്പർക്കമില്ലാത്ത സ്ഥാനാർത്ഥിയും ദുർബലമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഇടതുപക്ഷത്തെ 3-ാം സ്ഥാനത്തേക്ക് തള്ളുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ഗ്രൂപ്പ് യോഗം ചേർന്ന ഉമാ തോമസിന് സീറ്റ് നൽകിയതിലുള്ള അമർഷം കോൺഗ്രസ് പാളയത്തിലും പുകയുകയാണ്. ദീപ്തി മേരി വർഗീസിനെ പോലുള്ള നേതാക്കളുടെ കണ്ണീർ വീണ തൃക്കാക്കരയിൽ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിച്ചു കഴിഞ്ഞു. ഉമാ തോമസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രചാരണത്തിന് ഇറങ്ങാൻ മുതിർന്ന നേതാക്കൾ പോലും തയ്യാറായിട്ടില്ല എന്നതും തോൽവിയുടെ സൂചനയാണ്. MLA എന്ന നിലയിലുള്ള പരാജയവും ഫ്ളാറ്റ് അസോസിയേഷനുകളുടെ എതിർപ്പും രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികളുടെ രോഷവും ഉമാ തോമസിന്റെ വോട്ട് ബാങ്ക് തകർക്കും. PT തോമസിന്റെ വ്യക്തിപ്രഭാവത്തിൽ ലഭിച്ച വോട്ടുകൾ ഇത്തവണ ഉമ്മയ്ക്ക് ലഭിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ വർദ്ധിച്ച 10% പോളിംഗ് BJP-യുടെയും NDA-യുടെയും കരുത്താണ് കാണിക്കുന്നത്. പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന BJP സ്ഥാനാർത്ഥിക്ക് പിന്നിൽ യുവാക്കളും നിഷ്പക്ഷ വോട്ടർമാരുമാണ് അണിനിരന്നത്. ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തൃക്കാക്കര സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അഴിമതിയും വർഗീയ പ്രീണനവും മുഖമുദ്രയാക്കിയ ഇരു മുന്നണികൾക്കും മെയ് 4-ന് തൃക്കാക്കരയിലെ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകും. വികസനത്തിന്റെ രാഷ്ട്രീയവും മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും തൃക്കാക്കരയിൽ താമര വിരിയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ 100% വിലയിരുത്തുന്നുണ്ട്.